ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മുട്ട കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു മഞ്ചൂരിയൻ ഗ്രേവിയാണ്. എല്ലാവർക്കും ഉറപ്പായിട്ട് നന്നായിട്ട് ഇഷ്ടമാവുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിലോട് കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. വളരെ കുറച്ച് ചേരുവകളുണ്ട്, വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണിത്. അപ്പം നമുക്ക് ഫസ്റ്റ് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു 3 സ്പൂൺ അളവിൽ മൈദാമാവ് ഒരു ബൗളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. മൈദാമാവിനൊപ്പം തന്നെ പിന്നെ നമുക്ക് വേണ്ട അടുത്ത കാര്യമാണ് ഒരു 2 സ്പൂൺ അളവിൽ കോൺഫ്ലോറും കൂടി. ഇതുപോലെ കോൺഫ്ലോർ നമ്മൾ എടുത്തിട്ടുണ്ട്. കോൺഫ്ലോർ ചേർക്കുമ്പോഴത്തേക്ക് നല്ലൊരു ക്രിസ്പിനെസ് ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ്. ഇത് രണ്ടും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ട അടുത്ത കാര്യമാണ് ഒരു 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി. അപ്പോൾ അതും ചേർക്കാം. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടിയാണ്. അപ്പോൾ അതും ചേർക്കുകയാണ്. അതുപോലെ തന്നെ വളരെ കുറച്ച് ഉപ്പും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്, അതും ചേർക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടതിലേക്ക് വളരെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത്രയും കട്ടിക്ക് വേണം നമുക്കിത് കിട്ടാനായിട്ട്. ഈ സമയത്തൊക്കെ ഒന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കറക്റ്റ് ഉപ്പാണ്. ഈ ഒരു കട്ടിയായിട്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഒരുപാട് കട്ടിയാകാനും പാടില്ല, അതുപോലെ തന്നെ ഒരുപാട് ലൂസായിട്ട് മാറാനും പാടില്ല. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ട അടുത്ത കാര്യമാണ് നന്നായിട്ട് വേവിച്ചെടുത്ത ഒരു 4 മുട്ടയും കൂടി. ഓരോ മുട്ടയും 4ആയിട്ടാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ ഇങ്ങനെ പൊടിഞ്ഞു പോകാതെ ഒന്ന് ശ്രദ്ധിച്ച് വേണം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് വേണ്ടത് ഓരോ പീസും ഈ മാവിലേക്ക് മുക്കിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പം നമ്മൾ ഇത് ഓരോ മുട്ടയുടെ പീസും എടുത്തിട്ടിട്ട് എണ്ണയിലേക്ക് ഇട്ടിട്ട് ചെറുതായിട്ട് ഇതിന് മുകളിലേക്ക് ഒരല്പം മാവ് ഒന്ന് കോരി ഒഴിച്ചതിന് ശേഷം വേണം നമ്മൾ എണ്ണയിലേക്ക് ഇടാനായിട്ട്. അല്ലാതെ എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യരുത്, എങ്കിൽ മുട്ട എല്ലാം കൂടി പൊടിഞ്ഞു പോകും. എണ്ണ ഇപ്പോൾ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഇടാനായിട്ട്. എത്രത്തോളം മാവ് നമുക്കിതിലേക്ക് കോട്ട് ചെയ്യാൻ പറ്റുന്നോ അത്രയും നല്ലതാണ്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ മാത്രം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഒരുപാട് സമയത്ത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തന്നെ അത് നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എടുക്കാവുന്നതാണ്. ഒരുപാട് സമയത്ത് നമ്മളിത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഇത് ഇത്രയും തന്നെ മതിയാവും. ഞാനിപ്പോൾ ഇത് എടുക്കുകയാണ്. ഏകദേശം ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് വേണ്ടത് മറ്റൊരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് ഒരല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. എപ്പോഴും സൺഫ്ലവർ ഓയിൽ എടുക്കുന്നതാണ് നല്ലത്. വെളിച്ചെണ്ണയിൽ ആ വെളിച്ചെണ്ണയുടെ മണമുള്ള എണ്ണയൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ മണമില്ലാത്ത എണ്ണയാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത്. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളി അല്ലിയാണ്. ഞാനിപ്പോൾ അത്യാവശ്യം വലിയ വെളുത്തുള്ളി അല്ലിയിൽ ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അതും കൂടി ചേർക്കാം. അതുപോലെ തന്നെ കൂടെ പിന്നെ വേണ്ടതാണ് ഒരു ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും ചേർക്കുകയാണ്. ഇത് രണ്ടുമായി കഴിഞ്ഞാൽ ഇനി വേണ്ടത് പച്ചമുളകാണ്. അത്യാവശ്യം വലിയ പച്ചമുളകിൽ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ചെറുതാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം വേണം. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർക്കാം. കൂടെ തന്നെ ഒരു സവാളയുടെ പകുതി സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും ചേർക്കുകയാണ്. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതുപോലുള്ള മഞ്ചൂരിയനൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോഴത്തേക്കും എപ്പോഴും ഫ്ലെയിം ഒന്ന് ഹൈയിൽ വെച്ചിട്ട് തന്നെ നമ്മളിതൊന്ന് തയ്യാറാക്കിയെടുക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. ഏകദേശം 1 മിനിറ്റ് മാത്രം നമ്മളൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റി കൊടുത്താൽ മതിയാവും. ഒരുപാട് സമയത്ത് വഴറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചേർക്കാനുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഈ ടൊമാറ്റോ സോസ് വീട്ടിൽ തയ്യാറാക്കുന്ന റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നിറയെ ഷെസ്വാൻ സോസും കൂടിയാണ്. അപ്പോൾ ഈ സോസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് റെഡ് ചില്ലി സോസും ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ഇല്ലയെന്ന് വെച്ചിട്ട് തയ്യാറാക്കാതിരിക്കേണ്ട. നമുക്കിത് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കാവുന്നതാണ്. ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ചേർത്തേക്കണം.
കൂടെ തന്നെ പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടതാണ് 1 ടീസ്പൂൺ അളവിൽ സോയാ സോസും കൂടി. അപ്പോൾ അതും ചേർക്കാം. അതുപോലെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഈ ചെറിയൊരു പുളിപ്പും അതുപോലെ തന്നെ എരിവൊക്കെ നന്നായിട്ടൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര മസ്റ്റായിട്ടൊന്ന് ചേർത്തേക്കണം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി. ഇനി വേണ്ടത് ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയാണ്. ഉപ്പ് ഒരുപാട് ചേർക്കാൻ വേണ്ടി നിൽക്കണ്ട, നമ്മൾ നേരത്തെ എല്ലാത്തിനും ഉപ്പൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ളതാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഫ്ലെയിം ഹൈയിൽ തന്നെ വെച്ചിരിക്കണം, അതൊന്ന് ഓർമ്മിച്ചേക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി നിൽക്കരുത്. ഒരേ 1 മിനിറ്റ് മാത്രം നമ്മളിതെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇതുപോലെ 1 മിനിറ്റ് ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമ്മുടെ സോസ് എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഇനി നമുക്കൊരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു 3/4 കപ്പ് അളവിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഈ വെള്ളത്തിൽ കിടന്നിട്ട് നമ്മുടെ ഈ മസാലകളെല്ലാം നല്ലതുപോലെ ഒന്ന് തിളച്ച് കുറുകി വരട്ടെ. ചെറുതായിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം നമുക്കിത് കിട്ടാനായിട്ട്. വെള്ളമെല്ലാം ഏകദേശം ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് നമ്മളിതാ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ടയും കൂടി ചേർക്കാം. അതുപോലെ തന്നെ ഒരല്പം ക്യാപ്സിക്കം ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും ചേർക്കുകയാണ്. ഫൈനലി ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയൊരു പീസ് അളവിൽ നാരങ്ങ എടുത്തിട്ടുണ്ട്, അതിൻ്റെ ജ്യൂസും കൂടി. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുക്കാന്ന് പറഞ്ഞാൽ മിക്സ് ചെയ്തെടുത്ത ഉടനെ തന്നെ പിന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഒരുപാട് സമയം വെക്കാതെ ഉടനെ ഇങ്ങനെ സെർവ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടല്ലേ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഈ ഗ്രേവി എല്ലാം ഒന്ന് പിടിച്ചിട്ട് നല്ലതുപോലെ ഇങ്ങനെ ഒരു ക്രഞ്ചി ആയിട്ടായിരിക്കും നമുക്കിത് കിട്ടുന്നത്. ഒരുപാട് സമയം കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആകും, അത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. കുട്ടികൾ കാണുന്നുണ്ടെങ്കിലും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതായിരിക്കും കേട്ടോ ഇത്. നിങ്ങൾ ഒരു തവണയിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.